എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രേതബാധ എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. ഒരാളുടെ മേൽ പ്രേതം ആവേശിക്കുന്നു, അല്ലെങ്കിൽ ബാധ കയറുന്നു. അതിനുശേഷം അവരുടെ വ്യക്തിത്വത്തിന് തന്നെ മാറ്റം സംഭവിക്കുന്നു, ശബ്ദത്തിന് മാറ്റമുണ്ടാകുന്നു, സംസാര ശൈലി, പെരുമാറ്റം തുടങ്ങിയവയിൽ മാറ്റമുണ്ടാകുന്നു, മറ്റു ഭാഷകളിൽ സംസാരിക്കുന്നു, യഥാർത്ഥത്തിലുള്ള വ്യക്തിക്ക് പകരം മറ്റൊരാൾ സംസാരിക്കുന്നു എന്നിങ്ങനെ ബാധയേറ്റെന്ന് നമ്മിൽ പലരും കരുതുന്ന പലതും ചെയ്യാറുണ്ട്. ഇവയൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിക്കുന്നു? ഇതൊക്കെ പ്രേതബാധയാണോ എന്നാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ നോക്കുന്നത്. മേൽപ്പറഞ്ഞ രീതികളിലൊക്കെ പലരും പെരുമാറാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതൊന്നും യഥാർത്ഥത്തിൽ പ്രേതബാധയല്ല. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇവയൊക്കെ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിൽപ്പെട്ട ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ആണ്. മുൻപ് ഇവയ്ക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമായിരുന്നു. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമായ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികൾക്ക് ഒന്നിലധികം വ്യക്തിത്വങ്ങൾ പോലെ പെരുമാറുവാൻ സാധിക്കും. ശബ്ദം, സംസാര ശൈലി, ലാംഗ്വേജ്, ശരീരഭാവങ്ങൾ തുടങ്ങിയവ പലപ്പോഴും മാറ്റാം. ചില സന്ദർഭങ്ങളിൽ അവർക്ക് ഓർമ്മയെ ഇല്ലാതാകും. അവരുടെ ഉള്ളിൽ നിന്ന് മറ്റാരോ സംസാരിക്കുന്നത് പോലെയുള്ള തോന്നൽ ഉണ്ടാവുക തുടങ്ങി പ്രേതബാധയെന്ന് മറ്റുള്ളവർ ശരിക്കും തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ പലവിധ കാരണങ്ങൾ ഉണ്ട്. ട്രോമ ഇതിന് ഒരു പ്രധാന കാരണമാണ്. ബാല്യകാല ജീവിതത്തിലുണ്ടായിട്ടുള്ള പീഡനങ്ങൾ, ജീവിതത്തിൽ കടന്നു പോന്നിട്ടുള്ള ലൈംഗിക ശാരീരിക പീഡനങ്ങൾ, വലിയ രീതിയിലുള്ള ഭയങ്ങൾ, ദീർഘകാലമായിട്ടുള്ള സ്ട്രെസ്, ഫാമിലി പ്രോബ്ലംസ്, പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും കണ്ട് ഞെട്ടൽ ഉണ്ടാവുക, ഭയം ഉപബോധ മനസ്സിലേക്ക് സംക്രമിക്കുക തുടങ്ങി പലതും ഇത്തരത്തിലുള്ള ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിന് കാരണമാകാം. ഒരു വ്യക്തിയുടെ മനസ്സ് അത്യധികം ട്രോമ അനുഭവിക്കുമ്പോൾ ആ വേദന സഹിക്കുവാൻ കഴിയാതെ മനസ്സ് തന്നെ വ്യത്യസ്ത സ്റ്റേറ്റ്സായി മാറുന്ന അവസ്ഥയാണ് DID അഥവാ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ. ഇത് ഒരിക്കലും അഭിനയമല്ല. ഒരാളുടെ ബോഡി ശരിക്കും റിയാക്ട് ചെയ്യുന്നത് തന്നെയാണ്. എങ്കിലും ഇതൊന്നും പ്രേതബാധയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. പ്രേതബാധകളെ സംബന്ധിച്ച കാര്യങ്ങൾ വിവരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന തെറ്റായ അറിവുകൾ, പ്രേതബാധകൾ കാണിക്കുന്ന സിനിമകൾ, പ്രായമായ വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള നിറം പിടിപ്പിച്ച കഥകൾ തുടങ്ങിയവയാൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ട്രോമ സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭയത്തിൻ്റെ അവസ്ഥ സംജാതമാകുമ്പോൾ അവരുടെ മനസ്സ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകാം. നമ്മുടെ മൈൻഡ് ബോഡി കണക്ഷൻ പ്രകാരം ഇത്തരം അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടാകാം. നമ്മുടെയൊക്കെ മനസ്സ് ഓരോ ശരീരകോശങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലെ ഓരോ ചിന്തകൾക്കനുസരിച്ച്, ഓരോ ഇമോഷൻസിനനുസരിച്ച്, ഓരോ ഫീലിങ്സിനനുസരിച്ച് നാം അറിയാതെ തന്നെ നമ്മുടെ ശരീരം പ്രതികരിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുവാൻ കൂടി ഡിസൈൻ ചെയ്യപ്പെട്ടവയാണ്. നമ്മുടെ മനസ്സ് എന്തു പറയുന്നോ അവ നമ്മുടെ ബ്രെയിൻ അനുസരിക്കും. അവയൊന്നും റിയൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കൂടി. ഉദാഹരണം പറഞ്ഞാൽ, സന്ധ്യാസമയത്ത് മങ്ങിയ വെളിച്ചത്തിൽ നാം പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കാഴ്ചവട്ടിൽ തൊട്ട് മുമ്പിൽ അതാ ഒരു പാമ്പ് ചുറ്റി വളഞ്ഞു കിടക്കുന്നു. നാം പെട്ടെന്ന് ഭയപ്പെട്ട് പിന്നോട്ട് മാറും. ചിലരാണെങ്കിൽ ഭയപ്പെട്ട് ചാടിയായിരിക്കും പിന്നോട്ട് മാറുന്നത്. ചിലരുടെ ശരീരം വിറയ്ക്കും, ചിലപ്പോൾ വിയർക്കും. സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് നാം പാമ്പെന്ന് കരുതി ഭയപ്പെട്ടത് ശരിക്കും ഒരു പാമ്പല്ല, ഒരു കയർ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്നതാണ് എന്ന് ആശ്വാസമാകും. ഇവിടെ നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായ ഭയചിന്തകൾക്കനുസൃതമായി നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിൽ പലവിധ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി. ഇതിന് നോസിബോ എഫക്റ്റ് എന്ന് പറയും. പ്രേതബാധ എന്ന് നാം ചിന്തിക്കുന്ന പല സന്ദർഭങ്ങളിലും ഇത്തരം നോസിബോ എഫക്ട്സ് ആണ് അരങ്ങേറുന്നത്. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ അടുത്ത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് വന്ന ഒരു ക്ലയൻറ്റിന് പ്രേതബാധ ഏറ്റു എന്ന് പറഞ്ഞ് പല വിധത്തിലുള്ള ബാധയൊഴിപ്പിക്കലുകൾ ചെയ്തിരുന്നു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. അവർക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടാകുവാൻ ഒരു ട്രിഗർ ഉണ്ടായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ ആ വ്യക്തി ഭയപ്പെടുത്തുന്ന ഒരു
പിക്ചർ കണ്ട് അമിതമായി ഭയപ്പെട്ടു. ആ ഭയം ഉപബോധ മനസ്സിൽ കിടന്ന് വളർന്ന് വലുതായി. പിന്നീട് ആ കുട്ടി പലപ്പോഴും ഈ DIDയുടെ ലക്ഷണങ്ങൾ കാണിക്കുവാൻ തുടങ്ങി. അതിൻ്റെ പാരൻസ് ആ കുട്ടിക്ക് പ്രേതബാധയേറ്റെന്നാണ് തെറ്റിദ്ധരിച്ചത്. CBT അടക്കമുള്ള പലവിധ തെറാപ്പികളിലൂടെ ആ ക്ലയൻറ്റിൻ്റെ മനസ്സിൽ നിന്നും ആ ട്രിഗർ റീപ്ലേസ് ചെയ്ത് ആ വ്യക്തിക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുവാൻ സാധിച്ചു. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടാതെ മന്ത്രവാദം, കൂടോത്രം, ബാധയൊഴിപ്പിക്കൽ തുടങ്ങിയ തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതെ ശരിയായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് ആ വ്യക്തിയുടെ മനസ്സിനെ സൗഖ്യപ്പെടുത്തി അതുവഴി ശരീരത്തെയും സൗഖ്യപ്പെടുത്താനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് തെറാപ്പികൾ, മെഡിസിൻസ് ഒക്കെ ആവശ്യമായി വരാം. പ്രേതം എന്ന് നാമൊക്കെ ചിന്തിക്കുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒന്ന് യഥാർത്ഥത്തിൽ ഇല്ല. മരണം എന്നുള്ളത് ഒരു ട്രാൻസിഷനാണ്. ഒരു വ്യക്തിയുടെ സമയമാകുമ്പോൾ അയാളുടെ സോൾ അയാളുടെ ബോഡിയിൽ നിന്നും വേർപെട്ടു പോകുന്നു. പിന്നീട് അവയുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഓരോരോ ഫലങ്ങൾ ലഭിക്കുന്നു, ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവയൊന്നും ഇതിലെ കറങ്ങി നടന്ന് നമ്മെ ഉപദ്രവിക്കുകയൊന്നുമില്ല. നമ്മുടെയൊക്കെ ബോഡിയെ പൊതിയുന്ന ഓറ, ആ എനർജി കവറിങ് വളരെ ശക്തമായതിനാൽ ഡിപ്പാർട്ട് ചെയ്ത സോളിന് നമ്മെ ഒന്നും ഉപദ്രവിക്കുവാൻ സാധിക്കുകയില്ല. അത്തരം കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ചിന്തിച്ച് നാം ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് സമാധാനമായി സന്തോഷമായി ഇവിടെ ആയിരിക്കുവാൻ നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാം. നല്ല നല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവുകൾ പറഞ്ഞു തരുന്ന ഞങ്ങളുടെ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്സ്, കമൻറ്റ്സ് തുടങ്ങിയവ രേഖപ്പെടുത്തണമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നും ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.